ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു സഹോദരിയുടെ, അതായത് എന്റെ അനിയത്തി എന്നുള്ള രീതിയിൽ ഈ കൊച്ചിന്റെ ജീവിതം, ഏതൊരു പെണ്ണിന്റെ ഏറ്റവും ജീവിതത്തിലെ ആഗ്രഹമാണ് ഒരു കല്യാണം. ആ കല്യാണം നല്ല രീതിയിൽ ഞാൻ നടത്തി കൊടുത്തു. ആ കൊച്ചിന്റെ ജീവിതത്തിൽ നല്ല ടോണി അച്ചായൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. 2-3 ആഴ്ച മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയ മൊത്തം ടോണി അച്ചായന്റെ വിഷയങ്ങളായിരുന്നു ചർച്ചയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആവാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം A-to Z ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ടോണി അച്ചായനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് 2-3 ഫാമിലി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലും വിളിച്ചിട്ടായിരുന്നു. നിങ്ങളൊക്കെ കാരണമാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് പോലും. അദ്ദേഹം എന്താ പറയണ്ടേ, ആ സമയത്ത് അദ്ദേഹം ഈ ചാരിറ്റി ഒക്കെ നിർത്തിയല്ലോ എന്നും പറഞ്ഞൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ കാരണമാണ് ഞങ്ങളുടെ കിട്ടാനുള്ള അന്നം പോലും മുടിപ്പിച്ചെന്നുള്ള രീതിയിൽ ആ വീട്ടുകാർ കാര്യമൊക്കെ ചെയ്ത്, പിന്നെ അത് മാത്രമല്ല വീട്ടിലെ പിള്ളേർ കിടന്ന് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി തരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് വേറെ കുറേ വിഷയങ്ങളൊക്കെ വന്ന് അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം വേറൊരു സംഭവം കാണാനിടയായിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്ത്. ഒരു പെൺകുട്ടിയുടെ വീട് കൊല്ലത്താണ്. ഇത് അച്ഛൻ ഈ ഒരു കല്യാണം നടത്തി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കൊച്ചിൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺട്രാക്ടർ ബാധിക്കിട്ടിട്ട് പണി നിർത്തി അങ്ങ് പോയി. ഭയങ്കര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയപ്പോഴാണ് അടുത്തുള്ള വീട്ടിലെ ചേച്ചി വിളിച്ചിട്ട് അച്ചായൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്. അങ്ങനെ അച്ചായൻ അവിടെ ചെന്ന്, അതായത് ആ പഴയ വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ പഴയ വീടൊന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ പഴയ വീട്ടിൽ നിന്ന് അച്ചായൻ ഒരുവിധം പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ വീടൊന്ന് സെറ്റാക്കി കൊടുത്തു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് വെച്ചുതരാം. അവിടെ ആ വീടിന്റെ കോലം നിങ്ങൾ കണ്ട? ഇങ്ങനൊക്കെ എവിടെ താമസിക്കും മനുഷ്യരെങ്ങനെ താമസിക്കുമൊക്കെ? ദൈവമേ, നിങ്ങൾ ആ വീട് കണ്ടോ? എങ്ങനെ താമസിക്കും? ഓക്കെ, എന്തായാലും പുള്ളിക്കാരൻ അത് സെറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു ഫോട്ടോസ് ഞാനൊന്ന് വെച്ച് തരാം. കണ്ടല്ലോ, ഈ വീട് പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് അച്ചായൻ പിന്നെ ആ പെൺകുട്ടിയുടെ കല്യാണവും കാര്യങ്ങളും ഒന്നും നടന്നിട്ടൊന്നുമില്ല. അതും കൂടെ പുള്ളിയുടെ ചെലവിന് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇന്ന് അതിൻ്റെയാണ് സോഷ്യൽ മീഡിയ മൊത്തം നടക്കുന്ന കാര്യം. എന്താണെന്ന് വെച്ചാൽ, ആ കല്യാണത്തിനെ കുറിച്ചാണ്. പുള്ളി സ്വന്തം ചേട്ടനെ പോലെ വന്നിട്ട് ആ കല്യാണം നടത്തി കൊടുത്ത് അത്യാവശ്യം സ്വർണവും കാര്യങ്ങളും ഒക്കെ വെച്ച് പെൺകുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം അദ്ദേഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്യാം. അപ്പം ടോണി അച്ചായൻ്റെ കാലത്ത് തന്നെയാണ് ആ പെൺകുട്ടി വന്ന് ഇറങ്ങുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തത്. അതിൻ്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പെൺകുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്, പുള്ളിക്കാരനെല്ലാം ചെയ്തെന്നുള്ള രീതിയിലൊക്കെ. ആ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. ഇത്രയും മനോഹരമായിട്ട് വിവാഹം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഓക്കെ, സഹോദരനെ പോലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തെന്നാണ് കൊച്ചും പറയുകയൊക്കെ ചെയ്യുന്നത്. ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരൻ ഇത് നിർത്തുക എന്നും പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല, എന്നെ 2-3 ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ട് കിടന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അവരങ്ങ് കരയുമായിരുന്നു. കരഞ്ഞങ്ങ് ഭയങ്കര ഇതുപോലെ, നിങ്ങളൊക്കെ കാരണമാണ് ഞങ്ങൾക്ക് കൂടെ കിട്ടേണ്ട റേഷൻ ഇല്ലാണ്ടാക്കി എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. ഞാൻ സത്യം പറഞ്ഞാൽ എന്തോ നമുക്ക് ആ പിള്ളേരുടെയും കൂടെ സംസാരം കൂടെ കേട്ടപ്പോഴത്തേക്ക് എനിക്കങ്ങ് അയ്യടാന്നുള്ള അവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് ഇനി അച്ചായൻ പറയുന്നുണ്ട്, ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരു സഹോദരിയുടെ, അതായത് എന്റെ അനിയത്തി എന്നുള്ള രീതിയിൽ ഈ കൊച്ചിന്റെ ജീവിതം, ഏതൊരു പെണ്ണിന്റെ ഏറ്റവും ജീവിതത്തിലെ ആഗ്രഹമാണ് ഒരു കല്യാണം. ആ കല്യാണം നല്ല രീതിയിൽ ഞാൻ നടത്തി കൊടുത്തു. ആ കൊച്ചിന്റെ ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം ഉണ്ടാവട്ടെ. മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ഞാനുണ്ടാവും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, എന്തായാലും ഒരു കല്യാണം നടത്തുന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ പുള്ളിയുടെ കാര്യം തിരക്കിപ്പോയപ്പോൾ വേറൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ബിസിനസ് നടത്തുന്ന ടീംസ് പുള്ളിയെ ഒതുക്കാൻ വേണ്ടി വൻ പ്ലാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ അടുത്ത സമയത്ത് തന്നെ ഞാനൊരു വീഡിയോ വെച്ച് തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ വന്നിട്ട് ഓരോരുത്തന്മാർ പ്രശ്നം ഉണ്ടാക്കിയതും വലിച്ചു കീറുന്നതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നെയാണ്. അന്നേ ഇയാളുടെ പതനം കാണാതെ അവന്മാർ അടങ്ങത്തില്ലെന്നന്ന് വെല്ലുവിളിച്ചായിരുന്നു. പുള്ളി സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് മുൻകൂട്ടി അത് മനസ്സിലാക്കി എന്തെങ്കിലും പണി കൊടുക്കുന്ന രീതിയിൽ ഓരോന്ന് ഒപ്പിച്ചു വെക്കും. അതാണ് ഈ അടുത്ത സമയത്തൊക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും നിങ്ങൾ പറ, ടോണി അച്ചായനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുകയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ സംസാരിച്ച ഇനി വല്ലൊക്കെ പറയുകയൊക്കെ ചെയ്യും. എന്തായാലും ഈ ഒരു കാര്യം എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യം തന്നെ. കാരണം ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ല. അതൊരു
ഏറ്റവും വലിയ ഭാഗ്യം. എനിക്ക് ആ ഒരു വീട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അവിടെ, കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു വീട്ടിലൊരു പെൺകുട്ടിയൊക്കെ നിൽക്കാന്ന് പറയുമ്പോഴേ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഇങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിലൊക്കെ ഒരു പെൺകുട്ടി എങ്ങനെ, അപ്പം ഈ അടുത്തുള്ളവന്മാരൊക്കെ ആണെങ്കിൽ മുതലാക്കാനും ഈ പറയുന്ന ഒന്ന് സ്വസ്ഥമായിട്ട് അതിന് കുളിക്കാൻ പോലും പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അവിടുന്ന് രക്ഷിച്ചൊരു നല്ല വീട്ടിലോട്ടും കൊണ്ട് കൊടുത്ത് അതിനൊരു നല്ലൊരു ഭയങ്കര സെറ്റാക്കി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു.